ശ്രീ രാജു പി നായർ, ഇപ്പോൾ 100-ലധികം സീറ്റ് എന്നുള്ള അവകാശവാദം ഈ ഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടോ? ഇപ്പോൾ അവസാന ദിവസങ്ങളാകുമ്പോഴേക്കും അത്തരം പ്രതികരണങ്ങൾ പൊതുവെ നേതാക്കളിൽ നിന്ന് വരുന്നില്ല. ഞാൻ അതിലേക്കൊക്കെ എത്താം. അതിനു മുമ്പ് ഈ ചർച്ചയിൽ സത്യം പറഞ്ഞ വലിയ നിരാശയോടുകൂടിയാണ് ഇരിക്കുന്നത്. ജേക്കബ് ജോർജ് സാറ് കുറേയധികം CPM അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിച്ചു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ നടത്തിയ പ്രതികരണം സത്യത്തെ വല്ലാതെ ഞെട്ടിക്കുകയാണ്. ഒരു പേരിൻ്റെ പേരിൽ ആരാണ് മതം എന്ന് തിരിഞ്ഞ് നോക്കാൻ സജി ചെറിയാൻ പറയുന്ന നിലവാരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേരറിയാലോ, രാജു പി നായർ എന്നാണ്. ഞാൻ ആഗ്രഹിച്ചോ അല്ലാതെയോ എൻ്റെ മാതാപിതാക്കൾ ഇട്ട പേരാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പം എൻ്റെ പേര് കൊണ്ട് എൻ്റെ മതവും ജാതിയും എല്ലാം തിരിച്ചറിയാം. പക്ഷേ എൻ്റെ നാട്ടിലുൾപ്പെടെ കേരളത്തിൽ മുഴുവൻ എൻ്റെ നിലപാട് സംഘപരിവാർ വിരുദ്ധ നിലപാട് കൊണ്ട് ഞാൻ അറിയപ്പെടുന്നത് ഹിന്ദു വിരുദ്ധൻ എന്നാണ്. ഹിന്ദു വിരുദ്ധൻ എന്നുള്ള പ്രചരണം എനിക്കെതിരെ എൻ്റെ നാട്ടിൽ ഉൾപ്പെടെ RSS നടത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ പേരുകൊണ്ട് അങ്ങേക്ക് എൻ്റെ നിലപാട് തിരിച്ചറിയാൻ കഴിയുമോ? എൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയുമോ? അങ്ങനെ പേരുകൊണ്ട് ഒരാളുടെ രാഷ്ട്രീയത്തെ, ആ പേരിൻ്റെ രാഷ്ട്രീയത്തെയൊക്കെ മറികടന്ന നിലപാടിൻ്റെ രാഷ്ട്രീയമുള്ളവരാണ് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള നേതാക്കന്മാർ, ജനങ്ങൾ. അതുകൊണ്ട് അങ്ങ് നടത്തിയ പ്രസ്താവന സത്യം പറഞ്ഞാൽ അങ്ങ് പിൻവലിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് ഇത്തിരി കടന്ന കൈയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു പോട്ടെ എന്ന് നോക്കുന്നു. അത് മാത്രമല്ല, നോക്കൂ, ഇത് CPM എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്ന ഒരു നിലപാടാണിത്. 1977 പറഞ്ഞോളൂ ശ്രീ ജേക്കബ്. ഞാൻ പറഞ്ഞോട്ടെ. 1977 മാർച്ച് 4-ാം തീയതി അദ്ദേഹം ഒരു വിസ്തീർണം അങ്ങ് പറഞ്ഞതിനെന്തോ വിസ്തീരിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞു പോയിക്കോളൂ പെട്ടെന്ന്. ശ്രീ ജേക്കബ് ജോർജ്, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ഒരു സാമാന്യ കാര്യമാണ് സ്മൃതി. ഞാൻ പറഞ്ഞത് ഒരു പേര് കൊണ്ട്, എൻ്റെ പേര് കൊണ്ട് ഞാൻ ആരാണെന്നറിയാം, എൻ്റെ ഉപസമുദായം വരെ അറിയാൻ പറ്റിയ ആൾക്കാർക്ക്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ആണ് ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവർ ക്രിസ്ത്യാനിയായിട്ടും ക്രിസ്ത്യാനി അല്ലാതെ സെക്കുലർ സ്വഭാവവുമായിട്ട് സെക്കുലർ നേതൃത്വം കൊടുത്തത് കേരള സമൂഹത്തിന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സ്വഭാവമാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ കൊടുത്തതാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പേര് കൊണ്ട് അറിയാമെങ്കിലും അങ്ങ് പറഞ്ഞത് ആ കേരളം മാറി എന്നുള്ള പഴയ കേരളത്തെ ശരി ശരി AKANയുടെ കാര്യം ഉൾപ്പെടെ അങ്ങ് പറഞ്ഞത് പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു. പഴയ കാലമല്ല, പുതിയ കേരളത്തിലും അത് മാറിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് നിൽക്കട്ടെ, ഇനിയിപ്പോ എന്തായാലും നോക്കൂ. CPM എപ്പോഴും 1977 മാർച്ച് 4 ശരി, അങ്ങ് അത് പറഞ്ഞത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. 1977 മാർച്ച് 4 ദേശാഭിമാനി പത്രത്തില് ലേഖനമാണ്. CPM ജനസംഘവുമായി കൂട്ടിയേർന്ന് മത്സരിക്കുന്ന കാലത്ത് എന്താ അവർ പറഞ്ഞതെന്നറിയോ? ഈ ജനസംഘം ഒരിക്കലും ഹിന്ദു രാഷ്ട്രം വേണമെന്ന് വാദിച്ചിട്ടില്ല, ന്യൂനപക്ഷ അവകാശത്തിനെതിരെ വാദിച്ചിട്ടില്ല. കോൺഗ്രസ് ആണ് അവർക്കെതിരെ ഇതൊക്കെ കെട്ടിവെച്ചത്. CPM ഉപയോഗിച്ചതാണ്. ഓരോ കാലഘട്ടത്തിലും CPM ഇത്തരത്തിലുള്ള രീതികൾ അവലംബിക്കാറാണ്. അത് തന്നെയാണ് ഫാത്തിമ തഹ്ലിക്ക് ഉൾപ്പെടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്രീ ജയേന്ദ്രൻ സാർ ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്തതാണല്ലോ. അങ്ങേക്ക് കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഭരണത്തിൽ എവിടെയാണ് ഇടതു രാഷ്ട്രീയത്തെ ദർശിക്കാൻ കഴിഞ്ഞത്? അലനും താഹയും അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അങ്ങേക്ക് ഇടതുപക്ഷത്തെ കാണാൻ അതിനകത്ത് സാധിച്ചോ? അതുപോലെ തന്നെ അദാനി ഈ കേരളത്തിന്റെ പാർട്ട്ണറാണെന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി കേരളത്തിന്റെ ഒരു നിർണായക പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ അങ്ങേക്ക് ഇത് ഇടതുപക്ഷമാണെന്ന് അങ്ങേക്ക് തോന്നിയോ? സിൽവർ ലൈൻ അനുമതി പോലും ലഭിക്കാതെ രാത്രികാലത്ത് വീടുകൾക്കകത്ത് ചവിട്ടിക്കേറി മഞ്ഞക്കുറ്റി അടിച്ചിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഇടതുപക്ഷമാണെന്ന് വിചാരിച്ചോ? സിൽവർ ലൈൻ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഇടതുപക്ഷമായിട്ട് തോന്നിയോ? അതുപോലെ തന്നെ PWD റോഡ് പോലും, പിറവത്താണ്, PWD റോഡ് പോലും കൺസൾട്ടൻസികളെ ഏൽപ്പിച്ച പിണറായി വിജയന്റെ ഭരണത്തിൽ, കൺസൾട്ടൻസികളുടെ ഭരണത്തിൽ അങ്ങക്ക് എവിടെയാണ് ഇടതുപക്ഷത്തെ ദർശിക്കാൻ കഴിഞ്ഞത്? അതുപോലെ തന്നെ PM ശ്രീയും ലേബർ കോഡും മുന്നണിക്കകത്ത് പോലും ചർച്ച ചെയ്യാതെ, പാർട്ടിക്കകത്ത് പോലും ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയ്ക്കകത്ത് പോലും ചർച്ച ചെയ്യാതെ, സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോലും അറിയാതെ പോയിട്ട് നരേന്ദ്രമോദിയുടെ മുന്നിൽ രഹസ്യമായിട്ട് ഒപ്പിട്ടപ്പോൾ അങ്ങേക്ക് ഇടതുപക്ഷത്തെ ദർശിക്കാൻ അതിനകത്ത് കഴിഞ്ഞിട്ടുണ്ടോ? പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഈ സംസ്ഥാനത്ത് AKGയുടെ അല്ലെങ്കിൽ CPMന്റെ ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കേണ്ടി വരികയും വരിയിൽ നിൽക്കേണ്ടി വരികയും
പാർട്ടിക്കെല്ലാം അധീനനായ മുഖ്യമന്ത്രി ആ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അങ്ങേക്ക് ഇടതുമുന്നണിയുടെ കമ്മ്യൂണിസത്തിന്റെയോ സംഘടനാ സംവിധാനം അങ്ങേക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ADGP അജിത് കുമാർ ഈ കേരളത്തിലെ രാജ്യത്തെ തീവ്രവാദ പ്രസ്ഥാനമായ RSSന്റെ 2 ഏറ്റവും തീവ്രവാദികളായ നേതാക്കന്മാരെ ചെന്ന് കണ്ടപ്പോൾ സംസ്ഥാനത്തെ ചട്ടം, ഉദ്യോഗസ്ഥരുടെ ചട്ടം പോലും ലംഘിച്ചപ്പോൾ അവർക്ക് സംരക്ഷണം തീർത്തപ്പോൾ അങ്ങേക്ക് ഇടതുപക്ഷത്തെ ദർശിക്കാൻ കഴിഞ്ഞോ? സജി ചെറിയാൻ ഉൾപ്പെടെ, AK ബാലൻ ഉൾപ്പെടെ, പിണറായി വിജയൻ ഉൾപ്പെടെ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഈ സംസ്ഥാനത്ത് മതവർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം വലിയ പ്രചരണം നടത്തിയപ്പോൾ അങ്ങേക്ക് അതിനകത്ത് ഇടതുപക്ഷത്തെ ദർശിക്കാൻ കഴിയോ? ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയ ഉള്ള ഒരാളാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരിക്കലും എൻ്റെ ഇടതുപക്ഷ ബോധം വെച്ചുകൊണ്ട് 10 വർഷത്തെ കേരളത്തിൽ പിണറായിയെ ഇടതുപക്ഷത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മറിച്ച് നരേന്ദ്രമോദിയെ പോലും വെല്ലുന്ന വലതുപക്ഷ രാഷ്ട്രീയം, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമാണ് എനിക്ക് പിണറായി വിജയന്റെ സർക്കാരിലും ഈ പാർട്ടിയിലും കാണാൻ കഴിഞ്ഞത്. അങ്ങ് ഇടതുപക്ഷ ചിന്തകൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ 10 വർഷം ഈ സംസ്ഥാന ഗവൺമെന്റും ഈ പാർട്ടിയും എടുത്ത ഒരൊറ്റ ഇടതുപക്ഷ നയത്തിൽ അങ്ങയ്ക്ക് കാണാൻ കഴിഞ്ഞ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ശരി. Debate with Smriti Parathikkad.